പൊന്നു പള്ളി പോയെന്ന് ഈശോപ്പയുടെ അടുത്താ പ്രാർത്ഥിച്ചോ? കൊച്ചു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതേ തിരിച്ചു വന്നു. ഞങ്ങളൊരു ചെറിയ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞതേ വീണ്ടും ഫുഡ് കഴിക്കാറായി. പൊന്നൂസേ, മുട്ടയ്ക്ക് ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയ ഫുഡ് കഴിക്കാമോ? ചോറുണ്ണാണമോ? മുട്ടയ്ക്കും ചോറിനും ഇച്ചിരി മോഡിഫിക്കേഷൻ വരുത്തിയ കഴിക്കുവോ? കഴിക്കുവോ? വയറ് നിറച്ച് കഴിക്കുവോ? എന്നാ നമുക്ക് നോക്കാം. ഇതേ ഞാൻ ഇവിടെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഉള്ളി വേറൊരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെക്കട്ടെ കേട്ടോ. അത് നിരത്തല്ലേ മോനെ? പൊന്നു കണ്ണ് നിറഞ്ഞിരിക്കണേ. ഉള്ളിയുടെ എരിവാണോ? അയ്യോടാ പൊന്നു, ഞാൻ ഉള്ളി അരിഞ്ഞപ്പോ എന്റെ തൊട്ടടുത്തിരിക്കണ്ടേ. അപ്പൊ ഇത് ഞാൻ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട്. പൊന്നിന് തന്നെയാണെങ്കിൽ ഞാൻ ഇച്ചിരി പിള്ളേർക്കൊക്കെ ഈ ഓണിയനും സവോളയൊക്കെ കഴിക്കണം നല്ല കേട്ടോ. ചെറിയൊരു സൗണ്ടിന് വേരിയേഷനൊക്കെ ഉണ്ട്. ത്രോട്ട് പെയിൻ ഉണ്ട്, ജലദോഷം, ചുമ. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിച്ചു തരാം കേട്ടോ. ഇവിടെ ഇട്ട് കളയല്ലേ. അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചതേ മുട്ടയിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കി തരുവാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കില്ലേ? നമ്മുടെ ആശാത്തി ചോറൊക്കെ ഉണ്ണാൻ ഭയങ്കര മടി കേട്ടോ. ചോറല്ല, ഫുഡെന്ന് പറഞ്ഞാൽ അവർക്ക് മടിയാണ്. തീറ്റിക്കണമെങ്കിൽ 2 മണിക്കൂർ വേണം. അപ്പം ഇങ്ങനെയൊന്ന് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കാണിച്ച് പറിക്കുക. ഇത് അതേ കൈ ഉണ്ടല്ലേ മാവേ. പൊന്നോ ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞ പറ. ഹായ് പറ. പിടിക്കല്ലേ? അയ്യേ പറ പറ. അപ്പം അത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായി ഉള്ളി ഒരു തണ്ട് കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കും. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നു വന്നപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇത്തിരി മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഒഴിക്കുക. അപ്പോൾ കൈ ഇപ്പോൾ പൊന്നൂര് ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ, പൊന്നു എൻ്റെ കയ്യെ പിടിച്ച് ഒഴിപ്പിക്കണേ കേട്ടോ. ഒഴിച്ചില്ലേ പൊന്നൂസ? ഒഴിച്ചാ? അപ്പൊ ആ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായപ്പോഴത്തേക്കും ആ ഒടിയനും മുട്ടയും കൂടെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് അല്പം ബസുമതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ മുട്ടയും റൈസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒടിയെ മൂപ്പിക്കുന്നതിന് മുമ്പ് അതിലേക്ക് 2 കാഷ്യൂനട്ടൊക്കെ കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചിട്ട് ഒടിയെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിള്ളേർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളാം. നമുക്ക് നോക്കാം നമ്മുടെ പൊന്നൂസിന്റെ അവസ്ഥ എന്താണെന്ന് കൊടുത്ത് നോക്കാം. തരട്ടെ അമ്മ തരട്ടെ. അപ്പം ഞങ്ങൾ ഇത് റൈസൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കേണ്ടത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മോഡിഫിക്കേഷനൊക്കെ വരുത്തി കഴിഞ്ഞപ്പോൾ എന്താവും അവസ്ഥ എന്ന് നോക്കട്ടെ കേട്ടോ. നമുക്ക് കഴിക്കണ്ടേ പൊന്നൂസേ? വാ വിളിക്കേ കുഞ്ഞു, വാ വിളിക്കേ. നല്ലതാണോന്ന് പറഞ്ഞേ, കഴിച്ചിട്ട് പറഞ്ഞേ നല്ലതാണോന്ന്. സൂപ്പറാണ്. ഇങ്ങനെയൊക്കെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ജലദോഷമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ പൊന്നൂസേ? പൊന്നൂസിനും ഭാവിയ, അമ്മയ്ക്കും ഭാവിയ അല്ലേ? വേഗം കഴിച്ചോ. പൊന്നൂസ് ഒരു വാ വാങ്ങിച്ചുകൊണ്ട് പോകണ്ട കേട്ടോ. അവിടെ ഇങ്ങനെ കളിക്കുകയും മറക്കുകയൊക്കെ ചെയ്താലേ കഴിക്കുള്ളൂ. അല്ലാണ്ട് വലിയ മാറ്റമൊന്നും. വിളിച്ചേ കണ്ടേ, വായില് അങ്ങനെ തന്നെ കിടക്കുവല്ലോ. വായില് ഇറക്കിക്കേ. കണ്ടേ, വീഴരുതട്ടാ, അതുകൊണ്ട് പറഞ്ഞു. വായില് ഇറക്ക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളും കളികളും ഒക്കെ കൂടെ കൂടിയാ നടക്കുള്ളൂ. 1 2 3 എണ്ണ. അപ്പം അമ്മ വിളിക്കാം. ചെണ്ട എടുക്കാൻ പോയാ? വാ വാ കയറി വാ. അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞല്ലേ പിന്നെ എന്താ? ചേട്ടായി പൊട്ടിച്ച. ചേട്ടായി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേട്ടായിയുടെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ അല്ലേ? ഉള്ളപ്പോ വേണ്ട കേട്ടോ, ഇല്ലാത്തപ്പോ അതെല്ലാം പറമ്പിക്കൂടെയൊക്കെ കിടക്കണം കാണുമ്പോൾ വേണം അല്ല പൊന്നൂസ്? ഇതെന്നെ സ്വപ്നം കണ്ടോണ്ടിരിക്കണേ. വേഗം വേഗം വായിൽ ഇറക്കിക്കേ. വേഗം വേഗം കഴിക്കുവാണെങ്കിൽ ഫോട്ടോ എടുക്കാം. വേഗം വേഗം ഇറക്ക. വായിൽ ചോറിട്ടോണ്ട് വർത്താനം പറയല്ലേ. ഇറക്ക, പതിയെ പതിയെ ഇറക്കിക്കേ. കണ്ണടച്ചു. ചെറിയ ഉണ്ട ഇറക്കാൻ വേണ്ടേ? കുഞ്ഞിപ്പൂച്ചയ്ക്ക് വേണോ?
കണ്ണടച്ചിരിക്കുക അമ്മ. ചെറിയുണ്ട ആർക്ക് വേണം? ഓടിവായോ. ചെറിയുണ്ട ആർക്ക് വേണം? സങ്കടം വന്നപ്പോ പൊന്നിന് മടി കയറാറായോ? അവള് കളിച്ചപ്പേ ഞാൻ എടുത്ത് ചോറ് മൊത്തം താഴെപ്പോയി. എന്നിട്ട് ഞാൻ എടുത്തോണ്ട് വന്ന് അവളുടെയും കുറ്റമല്ല, ഓടി വന്ന് കളിക്കാൻ വന്നതാ അല്ലേ പൊന്നു? സാരമില്ല കേട്ടോ, വിഷമായി പോയി. സാരമില്ലേ. അപ്പതേ കുറച്ചൊക്കെ കളഞ്ഞെങ്കിലും ഒരുമാതിരിയൊക്കെ 3-4 വായൊക്കെ അകത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയ പിള്ളേർ ഒത്തിരിയൊക്കെ അത്യാവശ്യമൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പതേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യണം പൊന്നു? സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? പിന്നെ എന്നാ ചെയ്യണേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ FB പേജ് LB മാത്യു ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും എന്നാ ബൈ ബൈ.